എത്തിച്ചിരിക്കുന്നു. മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. NDRF സംഘം മൃതദേഹം പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. രണ്ട് മാസങ്ങൾക്കിപ്പുറം 71 ദിവസങ്ങൾക്കിപ്പുറം അർജുൻ്റെ മൃതദേഹം കിട്ടിയിരിക്കുകയാണ്. ഒരു തിരച്ചിൽ സാധ്യതയില്ല, തിരച്ചിൽ കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ്. അർജുൻ്റെ കുടുംബത്തിനൊപ്പം നിന്ന കേരളം, ഒടുവിൽ കേരളത്തിൻ്റെ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വന്ന കർണാടക സർക്കാർ ഇതാണ് ഇത്രയും ദിവസങ്ങൾ കണ്ടത്. തിരച്ചിലിൽ പലപ്പോഴും പ്രകൃതിയുടെ പ്രതികൂല നിലപാട് തടസ്സം സൃഷ്ടിച്ചിരുന്നു. വലിയ ഒഴുക്ക്, ശക്തമായ മഴ, ഇതൊക്കെ തിരച്ചിലിന് വിഘാതമായി നിന്നിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ ഒടുവിൽ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലിലേക്ക് വന്നിരിക്കുകയാണ്. അഭിലാഷ്, ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തു അല്ലേ? മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടില്ല, പക്ഷേ ട്രക്ക് എടുത്തോ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രക്ക് മുഴുവനായി മുകളിൽ എത്തിച്ചാൽ മാത്രമേ ഇതിൽ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ആകെ അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത് എന്നുള്ളതാണ്. കാരണം 71 ദിവസത്തോളം ഈ പുഴയുടെ അടിയിൽ, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന അർജുൻ്റെ മൃതദേഹമാണ് കിട്ടിയത്. നമ്മൾ കരുതിയതുപോലെ തന്നെ അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ അർജുന്റെ സഹോദരി അവിടെ നിന്ന് മടങ്ങിയത് നന്നായി എന്ന് കരുതണം. കഴിഞ്ഞ ദിവസമാണ് സഹോദരി തിരച്ചിലിന് കാണാൻ വേണ്ടി വരികയും പക്ഷേ കഴിഞ്ഞ ദിവസം അവർ മടങ്ങിയിരുന്നു. സഹോദരി ഭർത്താവ് ജിത്തിനാണ് അവിടെയുള്ളത്. അർജുൻ്റെ സുഹൃത്തും ലോറി ഉടമയുമായ മനാഫുണ്ട്, മനാഫിൻ്റെ സഹോദരനുമുണ്ട്. അവിടെ മൃതദേഹം പുറത്തെത്തിക്കുമ്പോൾ അവിടെ ദുർഗന്ധമുണ്ട്. ഇത്ര ദിവസം പഴകിയതാണ്, 71 ദിവസത്തെ പഴക്കമാണ്. NDRF സംഘം മൃതദേഹം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പ് കണ്ടു. അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇനി അന്ത്യകർമ്മങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അതിനൊരു തെളിവ് കിട്ടണം എന്നാണ് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത്.